അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൊല്ലം ജില്ലയിലെ ഓച്ചിറ വടക്കേ മുസ്ലിം ജമാഅത്ത് പള്ളിക്ക് മുമ്പിലുള്ളത് ഓച്ചിറ വടക്കേ മുസ്ലിം ജമാഅത്ത് പള്ളി. ഈ പള്ളിയിൽ മഹാന്മാരായ ഒരുപാട് മഹത്തുക്കളുടെ മക്ബറകൾ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രധാനമായിട്ടും നമുക്കൊക്കെ അറിയാവുന്ന മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, മഹാനവറുകളുടെ പ്രധാന ഗുരുവായ മഹാനായ വാഴക്കാട് മുഹമ്മദ് മുസ്ലിയാർ. നേരെ തൊട്ട് വലതുഭാഗത്തായിട്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുഭാഗത്തായിട്ട് മഹാനായ വാഴക്കാട് മുഹമ്മദ് മുസ്ലിയാർ. മഹാനവറുകൾ വാഴക്കാട് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ വന്ന് ഇവിടെ ഇപ്പോൾ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഇവിടെ ചെറിയൊരു പള്ളിയും അങ്ങനെയൊക്കെ ആയിട്ട് ദർസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കൂടി ഈ ഒരു കാണുന്ന ബിൽഡിങ്ങിലാണ് മഹാനവറുകൾ. ഈ ബിൽഡിങ്ങിലല്ല, ഈ ബിൽഡിങ് നിൽക്കുന്ന സ്ഥലത്ത് അന്ന് ഉസ്താദ് ദർസ് നടത്തിയിരുന്നു. ഇപ്പോഴും ഇവിടെ ദർസുണ്ട്. അങ്ങനെ പതി ഉസ്താദ് മഹാനവറുകളുടെ പ്രധാന ശിഷ്യനാണ്. മഹാനായ വാഴക്കാട് ഉസ്താദിൻ്റെ മകളെയാണ് പതി ഉസ്താദ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് പള്ളിക്ക് മുമ്പിൽ വേറെയും രണ്ട് മഹാന്മാരുടെ ഖബറുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഓച്ചിറ അൽഹാജ് മൊയ്തീൻ കുഞ്ഞു മുസ്ലിയാർ. മഹാനവറുകൾ ഇവിടെ പള്ളിയിൽ വർഷങ്ങൾ സേവനം ചെയ്തിരുന്ന ഒരു വലിയ മഹാനാണ്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ചക്കാലത്തറയിൽ ഉമറുകുട്ടി മുസ്ലിയാർ. ഇവരും മഹാനായ വാഴക്കാട് മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകളുടെ ഇളയ മകളെ വിവാഹം കഴിച്ച മരുമകനാണ്. പതിയുസ്താദും മരുമകനാണ്, ശിഷ്യനും കൂടെയാണ്. ഇവർ മഹാനവറുകളുടെ വാഴക്കാട് ഉസ്താദിൻ്റെ മരുമകനാണ്. ഇങ്ങനെ വലിയ മഹാന്മാർ അന്തി ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഓച്ചിറ വടക്കേ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാൻ. പഴയ കാലത്ത് തന്നെ വാഴക്കാട് ഉസ്താദ് മഹാനവറുകളൊക്കെ ഇവിടെ വന്ന് ദർസ് തുടങ്ങി ധാരാളം വലിയ പ്രഗത്ഭരായ ഉലമാക്കളെ പണ്ഡിതന്മാരെ വാർത്തെടുത്തു. അന്ന് ഉസ്താദ് ദർസ് നടത്തിയിരുന്ന സ്ഥലമാണ് ഇവിടെ. ഇന്നും ഇവിടെ ദർസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഈ മഹാന്മാരുടെയൊക്കെ വിശദമായ ചരിത്രം നമുക്ക് കേൾക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. വിളയിൽ നെട്ടൂർ മുഹമ്മദ് മുസ്ലിയാരാണ് വാഴക്കാടൻ മുഹമ്മദ് മുസ്ലിയാർ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ. വാഴക്കാട് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പൊതുവെ പറയപ്പെടുമെങ്കിലും വാഴക്കാടൻ മുഹമ്മദ് മുസ്ലിയാരാണ് മഹാനവറുകൾ. വാഴക്കാടൻ എന്നത് അവിടുത്തെ ഉൽപ്പമാണ്. വാഴക്കാട് എന്ന പ്രദേശം കൊണ്ടല്ല മഹാനവറുകൾ അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ കീഴക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ സന്താന പരമ്പരയിലാണ് വാഴക്കാടൻ മുഹമ്മദ് മുസ്ലിയാർ ജനിക്കുന്നത്. പിതാവ് അബൂബക്കർ ഖാഹിരി തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് നിന്ന് മലപ്പുറം ജില്ലയിലെ വിളയിൽ നെട്ടൂർ എന്ന പ്രദേശത്ത് എത്തുകയും അവിടെ നിന്നാണ് വാഴക്കാടൻ മുഹമ്മദ് മുസ്ലിയാർ ജനിക്കുന്നതും. സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ വാഴക്കാടൻ ഉസ്താദ് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, സ്കൂളിൽ പോയില്ലെങ്കിൽ നരകം കിട്ടുമോ? ഉമ്മ പറഞ്ഞു, സ്കൂളിൽ പോയില്ലെങ്കിൽ നരകം കിട്ടൂല, എന്നാൽ മദ്രസയിൽ പോയില്ലെങ്കിൽ നരകം കിട്ടുമോ? ഉമ്മ പറഞ്ഞു, മദ്രസയിൽ പോയില്ലെങ്കിൽ നരകം കിട്ടും, എന്നാൽ ഇനി മുതൽ ഞാൻ മദ്രസയിൽ പോകാം, സ്കൂളിൽ പോകുന്നില്ല എന്നു പറയുകയും സ്കൂൾ പഠനം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മഹാനവറുകൾ ദർസിൽ പഠനം ആരംഭിച്ചു. വിളയിൽ പറപ്പൂർ രായൻകുട്ടി മുസ്ലിയാരിൽ നിന്ന് പഠിച്ച ശേഷം കമ്മുക്കുട്ടി മുസ്ലിയാർ, കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാർ, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരിൽ നിന്നും അറിവുകൾ നേടി. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ സതീർത്ഥ്യനാണ്. ഖുത്ബയിൽ നിന്ന് ചില ഗ്രന്ഥങ്ങൾ ഓതിയിട്ടുമുണ്ട്. പിന്നീട് വെല്ലൂർ ലത്തീഫിയയിലും ബാക്കിയാത്തിലും ഉപരിപഠനം നിർവഹിച്ചു. അബ്ദുൽ വഹാബ് ഹസറത്ത്, അബ്ദുൽ ജബ്ബാർ ഹസറത്ത് എന്നിവരാണ് ബാക്കിയാത്തിലെ ഉസ്താദുമാർ. ശമ്പളം വാങ്ങരുതെന്ന നിബന്ധനയോടെയാണ് ഉസ്താദ് രായൻകുട്ടി മുസ്ലിയാർ മഹാനവറുകളെ അനുഗ്രഹിച്ചത്.
ആഗ്രഹിച്ച് ഓച്ചിറയിലേക്ക് അയച്ചത്. ഓച്ചിറക്കാർ 1341 ഓച്ചിറ പള്ളിയിൽ ദർസിനും മറ്റും സൗകര്യം ഏർപ്പെടുത്തി. ഓച്ചിറയിൽ നിരവധി കാലം ദർസ് നടത്തിയ കാരണത്താൽ വടക്കൻ മുഹമ്മദ് മുസ്ലിയാർ എന്നും ഓച്ചിറ ഉസ്താദ് എന്നും മഹാനവറുകൾ അറിയപ്പെട്ടിരുന്നു. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മഹാനവറുകളുടെ ശിഷ്യനും മകളുടെ ഭർത്താവുമാണ്. വൈലത്തറ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ പിതാവ് അഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ ആദ്യകാല ശിഷ്യനാണ്. പിൽക്കാലത്ത് വൈലിത്തറ ഉസ്താദും അവരിൽ നിന്ന് പഠനം നടത്തിയിട്ടുണ്ട്. കൊട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരിയും ശിഷ്യനാണ്. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാറെ മലബാറിലേക്ക് ദീനി ദഅവത്തിനായി എല്ലാവിധ ആശീർവാദവും നൽകി പറഞ്ഞയച്ചത് മഹാനായ വാഴക്കാടൻ ഉസ്താദാണ്. വാഴക്കാടൻ ഉസ്താദ് ആദ്യകാലത്ത് കുറച്ചുകാലം കായംകുളത്തെ ഷഹീദാർ പള്ളിയിൽ മുഅദ്ദിനായി സേവനം ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം അവിടുത്തെ മുദരിസിനോട് ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി സാധാരണക്കാരനായ ഒരു വ്യക്തി വരികയും മസ്അല ചോദിച്ച് മടങ്ങുന്ന സന്ദർഭത്തിൽ വാഴക്കാടൻ ഉസ്താദ് അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് മുദരിസ് പറഞ്ഞതിന് നേരെ എതിരെ മസ്അല പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ വ്യക്തിക്ക് ആകെ സംശയമായി. അദ്ദേഹം മറ്റൊരു വലിയ പണ്ഡിതന്റെ അടുക്കൽ പോകുകയും ഈ വിഷയം ചോദിക്കുകയും മുഅദ്ദിൻ പറഞ്ഞതാണ് ശരിയെന്നും ആ വലിയ പണ്ഡിതൻ ആ വ്യക്തിയോട് പറഞ്ഞു. പിന്നീട് ആ മുഅദ്ദിനെ കാണാൻ വേണ്ടി ആ പണ്ഡിതൻ വന്ന സമയത്ത് മഹാനായ വാഴക്കാടൻ ഉസ്താദിനെയാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് വാഴക്കാടൻ മുഹമ്മദ് മുസ്ലിയാർ എന്ന വലിയ പണ്ഡിതനാണ്. ഇദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ മുഅദ്ദിൻ പണി എടുപ്പിക്കല്ലേ എന്ന് ആ വലിയ പണ്ഡിതൻ അവിടുത്തെ നാട്ടുകാരോട് പറയുകയുണ്ടായി. പിന്നീടാണ് മഹാനവറുകൾ ഓച്ചിറയിലേക്കൊക്കെ വരുന്നത്. ഓച്ചിറ പള്ളിയിൽ വന്ന സമയത്ത് ഒരു സംഭവമുണ്ടായി. വാഴക്കാടൻ ഉസ്താദ് വന്ന അന്ന് രാത്രി നാട്ടുകാർ പറഞ്ഞു, ഉസ്താദ്, ഇവിടെ ജിന്നുകളുടെ ശല്യമുണ്ട്. ഇതുമൂലം പല ആളുകൾക്കും ജീവഹാനിയും സംഭവിച്ചിട്ടുണ്ട്. ഉസ്താദ് ഇവിടെ കിടക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നു പറഞ്ഞപ്പോൾ അത് സാരമില്ല, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് മഹാനവറുകൾ പറഞ്ഞു. നാട്ടുകാർ വീട്ടിലേക്ക് പോയി സുബഹിക്ക് പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരു കുഴപ്പവും സംഭവിക്കാതെ ഇരിക്കുന്ന ഉസ്താദിനെയാണ് അവർ കണ്ടത്. സംഗതി ഉസ്താദിന്റെ അടുക്കൽ ജിന്നുകൾ വന്നിട്ടുണ്ട്. ആ സമയം ഉസ്താദ് പറഞ്ഞുവത്രേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ജിന്നുകൾക്ക് ഉസ്താദിനെ കുറിച്ച് മനസ്സിലാകുകയും അവർ പിരിഞ്ഞു പോകുകയുമാണ് ചെയ്തത്. മഹാനവറുകൾ ഓച്ചിറയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പള്ളിയുടെ തൊട്ടടുത്തായി ഒരു ചെറിയ കുടിൽ ദർസിനു വേണ്ടി മഹാനവറുകൾ നിർമ്മിക്കുന്നത്. ഇപ്പോഴും ദർസ് ഇവിടെയാണ് നടക്കുന്നതും. ആ ഇടക്കാണ് ഒരിക്കൽ മഹാനായ വാഴക്കാടൻ ഉസ്താദിനെ മൂർഖൻ പാമ്പ് കടിക്കുകയും കടിച്ച മൂർഖൻ പാമ്പ് തൽക്ഷണം കരിഞ്ഞു പോകുകയും ചെയ്തത്. സമാനമായ സംഭവം വാഴക്കാടൻ ഉസ്താദ് പഠിക്കുന്ന സമയത്തും ഉണ്ടായിട്ടുണ്ട്. വാഴക്കാടൻ മുഹമ്മദ് മുസ്ലിയാർ എന്ന ഓച്ചിറ ഉസ്താദ് ഏകദേശം 100-ൽ കൂടുതൽ വയസ്സ് ജീവിച്ച മഹാനാണ്. തെക്കൻ കേരളത്തിൽ സൂക്ഷ്മജീവിതം നയിച്ച പതിയെ പോലെയുള്ള നിരവധി ശിഷ്യഗണങ്ങൾ മഹാനവറുകൾക്കുണ്ട്. മഹാനവറുകൾ ആദ്യമായി വന്നതും ദർസ് നടത്തിയതും ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നുപുഴ വില്ലേജിലെ പാനൂർ ദേശത്ത് പാലത്തറ ജുമാ മസ്ജിദിലായിരുന്നു. അന്നത്തെ ശിഷ്യനാണ് വൈലത്തറ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ പിതാവ്. പിന്നീട് ഓച്ചിറയിൽ ദർസ് നടത്തുമ്പോഴാണ് വൈലത്തറ ഉസ്താദ് ഇവിടെ വന്ന് പഠിക്കുന്നത്. ഒരിക്കൽ അസർ നിസ്കാരം കഴിഞ്ഞ് ജനങ്ങൾ പിരിഞ്ഞുപോയ സമയത്താണ് മഹാനായ വാഴക്കാടൻ ഉസ്താദ് ആദ്യമായി പാലത്തറയിൽ വന്നത്. കുട്ടികൾ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുവന്ന കൈലിമുണ്ടെടുത്ത് ഒരു പച്ചപ്പുതപ്പ് തലയിൽ പുതച്ച് പള്ളിയിൽ ചെന്ന് കാൽ കഴുകി കുളിപ്പുരയിൽ കയറിയിരുന്നു. അപരിചിതനെ കണ്ട് കുട്ടികൾ അടുത്തു ചെന്ന് അന്വേഷിച്ചു. നാട് വാഴക്കാടാണെന്നും തനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാമെന്നും മറ്റും വാഴക്കാടൻ ഉസ്താദ് പറഞ്ഞു. എത്ര വരെ പഠിപ്പിക്കാൻ അറിയുമെന്ന ഒരാളുടെ ചോദ്യത്തിന് അറബിയിൽ എഴുതിയ ഏത് കിതാബും പഠിപ്പിക്കുമെന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാം വളരെ ഭവ്യതയോടെ പെരുമാറുകയും നാട്ടുകാരണവന്മാരെ വിവരമറിയിക്കുകയും ചെയ്തു. മഗ്‌രിബിന് ശേഷം നാട്ടുകാരണവർ മഹാനവറുകളെ സമീപിച്ച് ഇവിടെ താമസിച്ചു കുട്ടികളെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. മഹാനവറുകൾ സമ്മതിച്ചപ്പോൾ എത്ര ശമ്പളം വേണ്ടിവരുമെന്നായി അവർ. ശമ്പളമൊന്നും മുഹമ്മദിന് പറ്റൂല, ഭക്ഷണം തന്നാൽ മതി എന്നായിരുന്നു മഹാനായ വാഴക്കാടൻ ഉസ്താദിന്റെ മറുപടി. അങ്ങനെ കുറെ കാലം അവിടെ ദർസ് നടത്തി. ശേഷം കായംകുളത്തിന് തെക്കുള്ള ക്ലാപ്പന, ഓച്ചിറ പ്രദേശങ്ങളിലേക്ക് മാറുകയും മരണം വരെ ഓച്ചിറയിൽ ദർസ് നടത്തുകയും ചെയ്തു. അവിടെ തന്നെയാണ് മഹാനവറുകൾ വഫാത്തായത്. 70 വർഷത്തോളം മഹാനവറുകൾ ഓച്ചിറയിൽ ദർസ് നടത്തി. മുത്തഫരിദ് മുതൽ തുഹ്ഫത്തുൽ മുഹ്താജ് വരെയുള്ള ചെറുതും വലുതുമായ ഗ്രന്ഥങ്ങളെല്ലാം മഹാനവറുകൾ തന്നെ
തന്നെയാണ് ഓതിക്കൊടുത്തിരുന്നത്. ഉച്ചവരെ ദർസിലിരുന്ന് തന്നെ അധ്യാപനം നടത്തും. ശേഷം പള്ളിയുടെ പടിഞ്ഞാറു ഭാഗത്തുള്ള പറമ്പിലെ തന്റെ പുരയിടത്തിൽ പരിചരണങ്ങളും മറ്റുമായി കഴിയും. അതിനിടയിലും ചെറിയ കിതാബുകൾ ഓതിക്കൊടുത്തിരുന്നു. പറമ്പ് കളക്കുക, വളമിടുക, പള്ളി പരിസരം വൃത്തിയാക്കുക തുടങ്ങിയ ജോലികളെല്ലാം മഹാനവറുകൾ തന്നെ ചെയ്തിരുന്നു. വിഷം ബാധിച്ചവർക്കും പേ ഇളകിയവർക്കും മഹാനവറുകൾ മന്ത്രിച്ച വെള്ളം വലിയ സിദ്ധൌഷധമായിരുന്നു. അതിനൊന്നും പ്രതിഫലം വാങ്ങിയിരുന്നില്ല. സൂക്ഷ്മത നിറഞ്ഞ ജീവിതമായിരുന്നു. ദർസിലേക്ക് കൊടുത്തയക്കുന്ന ഹദിയകൾ മഹാനവറുകൾ ഉപയോഗിച്ചിരുന്നില്ല. ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. രാത്രി 2 മണിവരെ ഉറങ്ങുകയും ശേഷം കുളിച്ച് സുബഹ് വരെ തഹജ്ജുദ് നിസ്കരിക്കുകയുമാണ് പതിവ്. സുബഹ് നിസ്കാരം കഴിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും പള്ളിയുടെ തെക്കേ മുറ്റത്ത് വെള്ളം നിറച്ച ചെറുപാത്രങ്ങൾ നിരത്തിവെച്ചിട്ടുണ്ടാകും. രോഗശാന്തി ഉദ്ദേശിച്ച് വെള്ളം മന്ത്രിക്കാൻ നാനാജാതി പരിസരവാസികൾ കൊണ്ടുവന്നു വെക്കുന്നവയാണ് ആ വെള്ളങ്ങൾ. മുദരിസായിരുന്നപ്പോൾ 3/4 ഏക്കറോളം സ്ഥലം മഹാനവറുകൾക്ക് ഒരാൾ ഹദിയ ചെയ്തിരുന്നു. പക്ഷേ അവസാന കാലത്ത് അതെല്ലാം സൂക്ഷ്മത മൂലം പള്ളി കമ്മിറ്റിക്ക് തീരെഴുതി കൊടുക്കുകയാണ് മഹാനവറുകൾ ചെയ്തത്. ഒരു മകനും 3 പെൺമക്കളുമാണ് മഹാനായ വാഴക്കാടൻ ഉസ്താദിന് ഉണ്ടായിരുന്നത്. ഹിജറ 1387 റജബ് 11 1967 ഒക്ടോബർ 15 ബുധനാഴ്ച ളുഹാ സമയത്ത് മഹാനായ വാഴക്കാടൻ ഉസ്താദ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഓച്ചിറപ്പള്ളിയുടെ കവാടത്തിന്റെ വലതുഭാഗത്ത് ഇന്നു മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. അള്ളാഹുവെ, അവിടുത്തെ ദറജകളെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.